ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അറിയാമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി കേൾക്കാത്തവരില്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി കേൾക്കാത്തവരില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് റിലീജിയൻ വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. അറിഞ്ഞു പോയി ഒരു മിനിറ്റ്. ഫോളോ ചെയ്യാം. ഏത് ആചാരങ്ങളിൽ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ പുതിയ ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പുതിയ ഒരു രാജ്യത്തിന് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിൽ പറയുന്നത് ഇതുപോലെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൾച്ചറുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ. എത്ര തരം ലാംഗ്വേജസ് അല്ലേ, 26-ൽ പരം ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതലുണ്ട്. അപ്പം നമ്മൾ ആ ലാംഗ്വേജ് തന്നെ നമുക്ക് പലരും പലതാണ് പറയുന്നത്. അതുപോലും നമ്മുടെ ഇഷ്ടമാണ്. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും പഠിക്കാം, ഏത് ലാംഗ്വേജ് പഠിക്കാതിരിക്കാം അല്ലേ. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ നമ്മുടെ ഏത് ലോക്കൽ ലാംഗ്വേജിലാണോ ഏതാണോ നമ്മുടെ മദർ ടങ് അതും. ഇതാണ് നമ്മുടെ രീതി. സോ അതേപോലെ തന്നെയാണ് നമ്മുടെ റിലീജിയൻ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. ഏതും ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുമുള്ള അധികാരമുണ്ട് അല്ലേ. നമ്മളെപ്പോഴും ചിലരിപ്പോൾ വിവാഹിതരാകുന്നത് ഇൻ്റർ റിലീജിയൻ വൈസ് നമ്മൾ വിവാഹിതരായി കഴിഞ്ഞാൽ ദേ ജസ്റ്റ് ചൂസ് ഐദർ ഓഫ് ഇറ്റ്. ചിലപ്പം അവരുടെ തന്നെ മതങ്ങളിൽ കണ്ടിന്യൂ ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ മതം എടുത്തേക്കാം അല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ആ കുട്ടിയുടെ ജീവിതത്തിൽ അവർ ജീവിക്കാൻ വേണ്ടിയാണോ എന്തോ ഒരു ഇത് അവർക്ക് കിട്ടി. എന്താണ്, ആ കൃഷ്ണൻ്റെ നടക്കലിൽ നിന്ന് അവരത് വരയ്ക്കുകയും റീൽസ് ഇടുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയോ അവർ ആ ഒരു ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആരാണെങ്കിലും എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാടൊക്കെ പെടുന്നത് അല്ലേ. ചിലർ ആർട്ട് ഫോം ഏതാണെങ്കിലും ഓക്കെ, എൻ്റെ വിഷയം അതല്ല. ആ കുട്ടി ഹിന്ദു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ആയിക്കോട്ടെ, ഇത് ഒന്നുമല്ലാതിരുന്നോട്ടെ, അതെല്ലാം ആ കുട്ടിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. പക്ഷേ ആസ് എ രസിക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആർട്ട് ഫോമിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു മിനിറ്റ് കേട്ടോ, ഇതൊരു ഇച്ചിരി പ്രശ്നമാണ് ഇങ്ങനെ ഇരിക്കുന്ന. ആർട്ട് ഫോമിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനും. എനിക്ക് ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് ആർട്ട് ഫോമാണെങ്കിലും, ലൈക്ക് ഭരതനാട്യം, നാട്യങ്ങൾ, നാടകം, പെയിൻറ്റിങ്സ്, ഞാൻ ഒരുമാതിരി ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ നാഷണൽ ആർട്ട് ഗാലറിയിൽ പോകും കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ പല സ്ഥലങ്ങളിൽ ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന ഒരു ആർട്ട് ഫോമാണ് ഗജേന്ദ്ര മോക്ഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിനകത്ത് കായംകുളം കൊട്ടാരം ഇല്ലേ, അവിടെ വലിയൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്, ഗജേന്ദ്ര മോക്ഷം. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു PSCയുടെ ഏതോ ഒരു പരീക്ഷയിലുണ്ടായിരുന്നു. അപ്പോൾ മോളത് എഴുതിയിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അമ്മ അവിടെ പോയി അത് കണ്ട കാരണമാണ് അതെനിക്ക് എഴുതാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ആർട്ട് ഫോം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കണം അല്ലേ. അപ്പോൾ ഈ കുട്ടിയുടെ ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയട്ടെ, ആ കൃഷ്ണനെ കണ്ടാൽ നമുക്ക് എന്തോ ഒരു വാത്സല്യം തോന്നൂല. ഉണ്ണിക്കണ്ണനെ വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടാലൻറ്റ് തന്നെ വേണം കേട്ടോ. എനിക്കത് കണ്ടിട്ടൊന്നും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോൾ ആ കുട്ടി വരച്ചുകൊണ്ടല്ല, വെറുതെ ഇങ്ങനെ കാണിച്ചാൽ തന്നെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണമല്ലേ, ഞങ്ങൾ മാവേലിക്കര വീട്ടിൽ അമ്മച്ചി പണ്ട് ആസാമിലും അത് ഉപയോഗിച്ചിരുന്നു എന്നാണ് അരവിന്ദ് പറഞ്ഞ ഒരു കൃഷ്ണൻ. നല്ല ഭംഗിയാണ്, ഇങ്ങനെ കിണി എന്നുള്ള എല്ലാം മിക്കവാറും കൃഷ്ണൻ്റെ രൂപം അങ്ങനെയല്ലേ, ഇങ്ങനെ മുടി ഇങ്ങനെ ചുരുണ്ട് കിടന്നിട്ട് ആ കൃഷ്ണൻ എന്ത് ഭംഗിയാണ് ആ കൃഷ്ണനെ കാണാനായിട്ട്. നമുക്കാണെങ്കിലും ഒരു വാത്സല്യം തുളുമ്പും. അപ്പോൾ അതാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇത് എല്ലാം കീറിപ്പോകാറായി ആ കൃഷ്ണനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വേറെ മേടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയി അതേപോലെ തന്നെ വേറെ ഒരു ഫ്രെയിംഡ് ഫോട്ടോ, സെയിമാണ്, ഒരു ഇത്തിരി പോലും വ്യത്യാസമില്ല. പക്ഷെ ആ കാലണ്ടർ വെട്ടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇതിൽ പ്രതലത്തിൽ അവർ
ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് 10-60 വർഷം മുമ്പ്. അതിനോടൊരു സ്നേഹവാത്സല്യമാണ് അമ്മച്ചിക്ക്, അത് മാറ്റാൻ ഇഷ്ടമില്ല. അപ്പോൾ ആരെന്ന് പറഞ്ഞു, അയ്യോ അമ്മച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റണ്ട കേട്ടോ, ശരിയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും അത് അവിടെ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ വെച്ചു, ചെയ്യണ്ട, അത് അമ്മച്ചിയുടെ ഇഷ്ടത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ആ ഒരു ക്യാലണ്ടറിലുള്ള കൃഷ്ണനോട് പോലും ഒരു വാത്സല്യം തോന്നും. അപ്പം ഞങ്ങളൊക്കെ മോള് ഉണ്ടായ സമയത്തൊക്കെ മോളുടെ മുടി ഇങ്ങനെ കിങ്ങിണി പോലെ കിടക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, അയ്യോ ആ ഫോട്ടോയിലിരിക്കുന്ന ആ മുടി പോലെ ഉണ്ടല്ലോ മോളുടെ, എല്ലാവരും നോക്കി 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 ആ മോൾക്ക് അത് കിട്ടിയെന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു. അതൊരു ചെറിയൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ അതുപോലെ ഈ ആലിലെ കൃഷ്ണനില്ലേ, എനിക്കൊരു ലോക്കറ്റ് ഉണ്ട് അങ്ങനത്തെ, അമ്മമ്മ വാങ്ങിച്ചു തന്നതാണ് പണ്ട്. അമ്മ പറഞ്ഞാൽ അമ്മയുടെ അമ്മ തന്നതാ, എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ. എല്ലാവരും തരുമല്ലോ അതുപോലെ. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഓരോ ആർട്ട് ഫോമിനോടും ഓരോ ദൈവങ്ങളുടെ പടവും ഒക്കെ ആയിരിക്കുമല്ലോ, നമുക്കൊരു വല്ലാത്ത ഒരു അട്രാക്ഷൻ ഉണ്ടാകും. ഈ കുട്ടി വരയ്ക്കുന്ന പടങ്ങൾ എനിക്കെന്തോ ഒട്ടും അട്രാക്ഷൻ തോന്നിയില്ല കേട്ടോ. അതിപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ കലയെപ്പറ്റി അറിയില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞ്, നിങ്ങൾ കേൾക്കുന്നവർ അവരുടെ ആരാധകരുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എനിക്കെന്തോ അതേപോലെ തന്നെ ഈ എന്തായിരുന്നു ഞാൻ പറയാൻ വന്ന അപ്പോൾ അത് എന്താ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, 2-3 ദിവസം മുമ്പ് ഞാൻ ഫോളോ ചെയ്യുന്നതും എന്നെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, ജലജ എന്നാണ് പേര്. ജലൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ചാനൽ, ഇതുപോലെ എൻ്റെ അത്രയൊക്കെ തന്നെയുള്ളൊരു ചാനൽ നടത്തുന്നുണ്ട്. പുള്ളിക്കാരത്തെ റിയാക്ഷനൊക്കെ പറയുന്നതാണ്, ഒരു നല്ല സ്ത്രീയാണ്. അപ്പോൾ അവർ ഇതുപോലെ ഈ കണ്ണനോടുള്ള പ്രേമം കാരണം ആ കുട്ടി ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയോ ജോലിക്ക് നിൽക്കുമായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ പൈസ അയച്ചു കൊടുത്ത് ഈ ജസ്നയുടെ കയ്യിൽ നിന്ന് ഈ ഫോട്ടോ വാങ്ങുകയുണ്ടായി. 5000 രൂപ എന്തോ ആണ് വാങ്ങിച്ചിരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി പറയണ ആ ഫോട്ടോയ്ക്ക് ഒരു ചൈതന്യമില്ല, അത് എനിക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി തന്നു. അത് അവർ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അത് പറയുന്ന കേട്ടപ്പോഴാണ് ഞാൻ ആ ഫോട്ടോസ് കുറേ ഇവരുടെ എല്ലാം പോയി നോക്കി. ആ കണ്ണന് ഒരു വിധത്തിലുള്ള ഒരു ഇത് തോന്നുന്നില്ല, കുട്ടിത്തം തോന്നുന്നില്ല. കണ്ണൊക്കെ എന്തോ പോലെ വരച്ച് വെച്ചിട്ട്, ഇനിയിപ്പോൾ അതാണ് ആ ആർട്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് വാട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് ഓർത്തു. ആർട്ട് ഫോമിനെ ആരും കലാകാരന്മാരെ ഒന്നും കുറച്ച് കണ്ടതൊന്നുമില്ല. എത്രയോ നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന അല്ലെങ്കിൽ പടങ്ങൾ വരയ്ക്കുന്ന ആളുകളുണ്ട്, മ്യൂറൽസൊക്കെ വരയ്ക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അതിനൊക്കെ അതിൻ്റേതായ ഒരു മാനദണ്ഡങ്ങളുണ്ട് അല്ലേ, എങ്ങനെ ആയിരിക്കണം ഒരു ഫോട്ടോ, അതിൻ്റെ ടെക്നിക്സ് എങ്ങനെയായിരിക്കണം, അതിനൊരു അളവ് പോലൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് വേണ്ടേ ഓരോ ഫോട്ടോസും നമ്മൾ വരച്ചെടുക്കാനായിട്ട്. തോന്നില്ലേ നിങ്ങൾക്ക്? എനിക്ക് തോന്നി, അന്ന് കണ്ടപ്പോഴേ മുതൽ തോന്നി. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അതിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് കിടന്ന് അവർക്കൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെപ്പാ, നമ്മളായിട്ടത് മാറ്റണ്ടെന്ന് ഓർത്ത് ഞാൻ ഐ ഡിഡ്ന്റ് കമൻറ്റ് ഓൺ ഇറ്റ് അറ്റ് ദാറ്റ് ടൈം. പക്ഷെ ഇപ്പോൾ എല്ലാവരും പറയുന്നു ഞങ്ങളത് വാങ്ങിച്ചിട്ട് ആ കുട്ടിക്ക് എന്തൊരു ഇതാണ്, ഇപ്പം ഇങ്ങനെ ഒരുമാതിരിയാണ് അതിൻ്റെ സംസാരമൊക്കെ ഇന്ന്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ കൂടുതൽ കടക്കാനൊന്നും പോയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തർക്ക്, ചിലർക്ക് ചിലപ്പം ആ ആർട്ട് ഫോം ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. എനിക്ക് എന്തായാലും അത് കണ്ടപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി. ചിത്രകാരന്മാരെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഞാൻ വരപ്പിച്ചിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട്. അദ്ദേഹത്തിന് ഒരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ചെന്നൈയിൽ, ഈ പടം വരയ്ക്കുന്ന. അവിടെ പോയി ഞാൻ വരപ്പിച്ചിട്ടുണ്ട്. 2 എണ്ണം വാങ്ങിച്ചു, ഒരെണ്ണം അമ്മയ്ക്കും ഒരെണ്ണം എനിക്കും വേണ്ടിയിട്ട് ഞാൻ വരപ്പിച്ചു. അതവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ജീവൻ ഇങ്ങനെ തുളുമ്പുന്ന പിക്ചേഴ്സൊക്കെയാണ് അവരൊക്കെ വരയ്ക്കുക. എത്ര സമയം എടുക്കുമെന്ന് പറയാം. അന്ന് ഈ എണ്ണച്ചായ ചിത്രമില്ല, അത് 3000 രൂപയായിരുന്നു ഞാൻ കൊടുത്തേട്ടോ. സോറി, 3000 അഡ്വാൻസാണ് കൊടുത്തത്. 6000 രൂപ ഒരു പിക്ചറിന്. അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചു. അതേപോലെ തന്നെ മദ്രാസ് ഹൈക്കോർട്ടിൽ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കംപ്ലീറ്റ് കോറിഡോഴ്സ് എല്ലാം ഓരോരോ ജഡ്ജസിൻ്റെ പിക്ചേഴ്സ് വരച്ചാണ് വയ്ക്കുക അവർ. അതവിടെ അവിടുത്തെ ഒരു രീതിയാണത്. റിട്ടയർ ചെയ്തു പോയവരും പിന്നെ മരിച്ചു പോയവരും മൺമറഞ്ഞു പോയവരും ഒക്കെ ആയിട്ടുള്ളവരുടെയൊക്കെ ഛായാചിത്രങ്ങൾ, പഴയ കാലത്തെ ബ്രിട്ടീഷ് ജഡ്ജിമാരുടെയൊക്കെ ആ കോറിഡോഴ്സിലൊക്കെ ഉണ്ട്. കാരണം അത്ര ഹ്യൂജ് എഡിഫൈസാണ് മദ്രാസ് ഹൈക്കോർട്ട്. നിങ്ങൾ അടിച്ചു നോക്കിക്കോളൂ കേട്ടോ, മദ്രാസ് ഹൈക്കോർട്ടിൽ കാണാനായിട്ട്. കാണാമല്ലോ, അതിൽ ഫോട്ടോസും അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഉള്ള കോറിഡോഴ്സിലൊക്കെ ഇതാണ്. നമ്മളൊക്കെ ആ ജീവൻ ഇങ്ങനെ തുളുമ്പുന്ന പിക്ചർ, ഫോട്ടോ അല്ലാന്ന് ഓർക്കണം, ഞങ്ങൾ അതൊക്കെ ഒത്തിരി ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്.
ഭയങ്കര ഒരു ഒരു എന്താ പറയുക, ആളുടെ വലുപ്പത്തിൽ തന്നെയുള്ള പിക്ചറും ആയിരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ കലയെ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഗോഷ്ഠിയാക്കിയിട്ട് ചെയ്യാൻ പാടില്ല അല്ലേ. അതേപോലെ ഈ ബുദ്ധൻ്റെ ഇതൊക്കെ കണ്ടില്ലേ, അവരുടെയൊക്കെ ഈ അളവ് പോലില്ലേ ഈ ബുദ്ധനെ വരയ്ക്കുന്നതിനൊക്കെ, അതിനൊക്കെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ. ഇങ്ങനെ ഇവിടെ നിന്ന് ഇത്ര ഇടം വരെ ഇത്ര ആയിരിക്കണം, ഇത്ര ഇഞ്ചായിരിക്കണം, ഇവിടെ നിന്ന് ഇത്ര ഇഞ്ചായിരിക്കണം, ആ ഇഞ്ച് മാറ്റാൻ പാടില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികലമായി പോകും. ഇപ്പം പലയിടത്തും ഉണ്ടല്ലേ ശ്രീനാരായണ ഗുരുവിൻ്റെ ബസ്റ്റൊക്കെ, എല്ലായിടത്തൊന്നും നല്ലതൊന്നും അല്ല, ചിലയിടത്ത് ഇത് ആരാണപ്പാ ഇതെന്ന് ഓർക്കും, മറ്റേ ലാഫിംഗ് ബുദ്ധയൊക്കെ പോലെ ഇരിക്കുന്നത്. അങ്ങനെ കാണുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, എന്തിനാണല്ലേ ഇങ്ങനെ അവഹേളിക്കുന്നത്, ഒരു ഗുരുവിനെ എന്തിനാണ് അവഹേളിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഗാന്ധിജിയുടെ ബസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര, ഇപ്പം ഞാനിരിക്കുന്ന അത്രയാണ് കാണുന്നത്. അങ്ങനെയുള്ളതും എല്ലാം ആളുകൾ വരച്ച് വെക്കുന്നുണ്ട്, ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് വികലമായിട്ടുള്ളൊരു ആർട്ട് ഫോം ആണെങ്കിൽ ആരെയും തിരിഞ്ഞു നോക്കു പോലും ഇല്ല. അപ്പോൾ ഈ കുട്ടിയെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് യുവളജൈസ് ചെയ്ത് കൊണ്ടു നടന്നതെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയ താല്പര്യങ്ങളോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നോ അതൊന്നും അത്രയ്ക്കൊന്നും ഞാൻ അതിൻ്റെ അകത്തേക്ക് ഡീൽ ചെയ്തില്ല. വെൻ യു സീ ദിസ് ആർട്ട് ഫോം, വെദർ യു വിൽ ഗോ ആൻഡ് ബൈ ദാറ്റ്, അതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഐ വിൽ നെവർ ബൈ ദാറ്റ്, ഐ വിൽ നോട്ട് ഈവൻ ലുക്ക് ഇൻ ടു ദാറ്റ്. അതേസമയം പഴയ താഞ്ചോർ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അതിൽ രവി വർമ്മയുടെ പിക്ചേഴ്സൊക്കെ എത്ര എണ്ണാന്നറിയാം, എൻ്റെ കയ്യിലുണ്ട് കുറച്ച്. പ്രിൻസാണ് കേട്ടോ, നമുക്കിപ്പോൾ അതിൻ്റെ ഒറിജിനൽ വാങ്ങിക്കാനുള്ള വാങ്ങൊന്നുമില്ലല്ലോ. പ്രിൻസ് കിട്ടും നമുക്ക്, അതിൻ്റെ പ്രിൻസ് എല്ലാം. സീതാ കല്യാണം എല്ലാം ഇതാണ് കേട്ടോ ഉള്ളത്. പിന്നെ ശാകുന്തളത്തിൽ ദർഭപുല്ല് കുത്തുന്നത്, പിന്നെ നളദമയന്തി, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതിൻ്റെയൊക്കെ പ്രിൻസ് കിട്ടും. നല്ല രസമാണ്. അതൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ കുറേ നേരം നോക്കിയിരിക്കും. സോ കുറേ കാര്യം അത് നോക്കൂ, രവിവർമ്മ എത്ര വർഷം മുമ്പ് വരച്ചതിൻ്റെയാണ് പ്രിൻറ്റുകളൊക്കെ എടുത്ത ആളുകൾ. അല്ലാതെ ഈ പറഞ്ഞ പോലത്തെ ഇങ്ങനെ ഗോഷ്ഠിയായിട്ട് ഉള്ള ഭംഗിയുള്ള നല്ല കുട്ടിത്തമുള്ള നമ്മുടെ കണ്ണൻകുട്ടനെ ശ്രീകൃഷ്ണനെ ഇങ്ങനെ വരയ്ക്കുമോ? ഏറ്റവും ഭംഗിയുള്ള ഒരു വരയ്ക്കാൻ ഏറ്റവും എളുപ്പമല്ല, ഏറ്റവും എന്താ പറയുക, മനോഹരമാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതാണ് ഞാനിപ്പം ഈ അതിൻ്റെ ഒരു ടെക്നിക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആർക്കിടെക്ട്സ് ഒക്കെ എപ്പോഴും പറയുന്നതാണ് ഫിബോനാച്ചി എന്നെന്തോ, ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ തെറ്റിച്ച് പറയേണ്ടത്, അതുകൊണ്ടാണ് കുറച്ച് നേരം ആലോചിച്ചത്. കുറേ പേര് ആർക്കിടെക്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആ ടെക്നിക്സ് വഴി ഇങ്ങനെ അളവുകോലുകൾ വച്ചിട്ട് നമ്മൾ വരച്ചില്ലെങ്കിൽ മൂക്കിരിക്കേണ്ടടുത്ത് കണ്ണിരുന്നാൽ എങ്ങനെയുണ്ടാവും. സോ അതെല്ലാം കറക്റ്റായിട്ട് അറിയാവുന്നവർ വരയ്ക്കുമ്പോഴായിരിക്കും അതിൻ്റേതായ ഭംഗി ഉണ്ടാവുക അല്ലേ. പിന്നെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് സൺഫ്ലവർ. ഇന്നലെ ഞാൻ ആ മഞ്ഞ സാരി എടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചു എൻ്റെ അടുത്ത്, ചേച്ചി ഒരു സൂര്യകാന്തി പൂ പോലെ ഉണ്ടല്ലോ എന്ന്. അതെ, സൂര്യകാന്തി പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എന്താ പറയുക, ഒരു മനോഹരമല്ലേ ആ യെല്ലോ കാണാനായിട്ടല്ലേ. ചിലർക്ക് ഇഷ്ടാവില്ല കേട്ടോ, അയ്യോ അടിക്കുന്ന ബ്രൈറ്റ് കളറിലൊന്നും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, തത്തപ്പച്ച. ഈ തത്തമ്മയുടെ ആ പച്ചയില്ലേ, അതിൻ്റെ സാരി ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ കളേഴ്സൊക്കെ, ഈ കളർ പാലറ്റൊക്കെ നല്ലപോലെ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സൂര്യകാന്തി എന്ന് പറഞ്ഞ പൂവിൻ്റെ ഒരു പിക്ചർ, ഫ്ലവേഴ്സ്, സൺഫ്ലവർ തന്നെയാണ് അതിൻ്റെ പേര്. അത് ഞാൻ ആർട്ട് ഗാലറിയിൽ കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം നോക്കി നിൽക്കും. അയ്യോ എന്ത് രസമാണത്. ഡാവിൻഷി പെയിൻറ്റിംഗ് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അത് ഇങ്ങനെ ഗാലറിയിൽ, നാഷണൽ ഗാലറി ലണ്ടൻ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ അതിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ ശരി, ഈ ആർട്ട് ഫോമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇൻവെസ്റ്റ് ഇൻ വൺ ആർട്ട് ഫോം. നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു വള മേടിക്കാൻ നിങ്ങൾ 50,000 രൂപ ചിലവാക്കുകയാണെങ്കിൽ അത് ഒരു ആർട്ട് ഫോമിലായിക്കോട്ടെ. ആ വള നിങ്ങൾ മേടിക്കണ്ട, ഒരു ആർട്ട് ഫോം മേടിച്ച് വെക്കൂ. ഞാൻ എൻ്റെ വീട്ടിൽ ഞാനൊരു ടേപ്സ്ട്രി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എനിക്ക് അഫോർഡബിൾ ആയിരുന്നൊന്നുമില്ല ആ സമയത്ത്. ഐ വാസ് റിയലി സ്ട്രഗ്ലിങ്. എന്നാലും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇങ്ങോട്ടൊന്നും. അതൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വെക്കണം. സോ അത് ഭയങ്കര എംബ്രോയിഡറി
കൊച്ച് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞ സാധനമാണത്. അത് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിലുടക്കുന്ന ഒരു ആർട്ട് ഫോം ആണെങ്കിലും വാങ്ങിച്ചോളൂ. ബട്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങളൊന്ന് പോയി വാങ്ങിക്കരുത്. അതിനൊരു അബ്സ്ട്രാക്റ്റ് ലുക്കുണ്ട്, അതിനിങ്ങനെ ഒരു ലുക്കുണ്ട്, അതിൻ്റെ അർത്ഥം ഇതാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ പറ്റിക്കാൻ നോക്കിയാൽ അതിലൊന്നും വീഴണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ഭംഗി തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങിക്കൂ കേട്ടോ. ഡോണ്ട് ഫോൾ ഫോർ ഓൾ ദീസ് ഗിമിക്സ്. ഇതൊക്കെ ഗിമിക്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. എന്തുമാത്രം ആർട്ടിസ്റ്റുകൾ, ഞാനൊരു ഹംപി എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ വാങ്ങിച്ചിരുന്നു കേട്ടോ വീട്ടിൽ. നല്ലൊരു ആർട്ട് ഫോം ആയിരുന്നു അത് വീട് പണിയുടെ ഇടയ്ക്ക് എവിടെയോ മിസ്സായിപ്പോയി, കാണുന്നേയില്ല. ഞാൻ കുറേ അന്വേഷിച്ച് നടന്നു. പെരുമ്പാവൂർ അച്ഛൻ്റെ വീട്ടിലെ അത് എവിടെ ആയിപ്പോയി എന്ന് എനിക്ക് ഓർമ്മയെ അത് അറിയില്ല. ഇനിയിപ്പോൾ ചെതലിട്ട് പോയോ, എവിടെയെങ്കിലും വെച്ച് വീട് പണിയെടുക്കണതിൻ്റെ ഇടയ്ക്ക് കളഞ്ഞോ, അതൊരു വല്ലാത്ത ഒരു ഇതാണ്. അതിനിപ്പോൾ ഞാൻ 3000-ന് മേടിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ വില ഞാൻ ഒരിടത്ത് കണ്ടു, 2 lakh rupees-ആണ്. ഞാൻ അതാണ് തപ്പി നടന്നത്, എവിടെ കൊണ്ടുപോയി കളഞ്ഞോ. അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട്, അതായത് ഒരു ആർട്ട് ഫോം ഒരു ആർട്ടിസ്റ്റ് വരച്ചെടുക്കുന്നതിൻ്റെ അതിനോടുള്ള ആ ഒരു ശരിയായിട്ടുള്ളൊരു താല്പര്യമുള്ളവർ മാത്രമായിരിക്കണം അതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ അതൊരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇടാനോ അത് ചെതലരിപ്പിച്ച് കളയാനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡോണ്ട് ബൈ ദാറ്റ്. എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഒരു ആർട്ട് ഫോം നിങ്ങൾ വാങ്ങിച്ചു വെക്കൂ. ഞാൻ 2 എണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വലുത് ഒരെണ്ണം. എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് താഞ്ചൂർ പെയിൻറ്റിങ്സ്. 2 എണ്ണം ഉണ്ട്, ഞാൻ പെരുമ്പാവൂർ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു ലക്ഷ്മി ഉണ്ട്, പിന്നെ ഒരു സരസ്വതി ഉണ്ട്. അതുപോലെ ഓരോ ആർട്ട് ഫോം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു കേരളത്തിൻ്റേതാണെങ്കിൽ മ്യൂറൽ, ഇപ്പം താഞ്ചൂർ പെയിൻറ്റിങ് ഇസ് ഫ്രം തമിഴ്നാട്. ഇതിനൊക്കെ GI ടാഗ് ഉണ്ട് കേട്ടോ. ഈ താഞ്ചൂർ പെയിൻറ്റിങ്ങിന് GI ടാഗ് ഉണ്ട്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. അതേപോലെ സായിനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വാമിയില്ലേ, അവർ രാജസ്ഥാനിൽ അത് ഭയങ്കര ഫേമസാണ്. അങ്ങനെയൊക്കെ ഓരോന്ന് നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ സോഴ്സ് ചെയ്ത് കൊണ്ടുവരൂ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഫോർ ദീസ് കൈൻഡ് ഓഫ് ഗിമിക് ആർട്ടിസ്റ്റ്. ഇതാണ് ഞാൻ പറയുന്നത്. വേദന തോന്നരുത് കേൾക്കുന്നവർക്ക്. നല്ലപോലെ ആർട്ട് ഫോം ചെയ്യുന്നവർക്ക് മനസ്സിലാകും, നല്ല നല്ല ആർട്ട് ഫോംസ് വാങ്ങിക്കുന്നവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഈ പൊട്ട ആർട്ട് ഫോംസ് നിങ്ങൾ ഇതുപോലെ വേണ്ടാത്ത രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ആളുകളെ പറ്റിക്കരുത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഐ തിങ്ക് ജസ്ന സലീം ഇതുപോലെ ഒരു ചെറിയ പറ്റിക്കൽ രീതിയിലേക്ക് മാറിയിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് പറയാൻ തോന്നിയത്, പേരെടുത്ത് തന്നെ കേട്ടോ. എനിക്ക് ആസ് എ ക്രിട്ടിക് ഐ ക്യാൻ സേ അല്ലേ, ഐ ഡിഡ് ലൈക്ക് ഹർ ആർട്ട് എന്ന് പറയണതിൽ ഇപ്പോൾ എന്താ തെറ്റ്? ഞാൻ അവരുടെ ഒരു പേഴ്സണൽ കാര്യത്തിലും ഞാൻ അങ്ങനെ ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആർട്ട് ഫോം വാങ്ങിച്ച് ആരും ചിലപ്പോൾ ആൾക്കാർ വിചാരിച്ചാണ് ആ കുട്ടിയൊന്ന് ഉയർന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഹെൽപ്പ് ചെയ്തതായിരിക്കാം. പക്ഷേ അത് ആ ആർട്ട് ഫോമിനെ അല്ലെങ്കിൽ ആ കൃഷ്ണൻ്റെ രൂപത്തിനോട് നീതി പുലർത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇത് പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഇതൊക്കെ പിന്നെ മറിച്ച് പിടിച്ച് പേടിച്ച് വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഓക്കെ, അപ്പോൾ നാളെ വരാം. ജലജ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ജലൂസ് വേൾഡിൽ ഒന്ന് കയറി നോക്കൂ. ആ കുട്ടി കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കയറി നോക്കൂ കേട്ടോ. ഓക്കെ ദെൻ ബൈ.